ഈ അദാനിക്ക് പേടിയ എന്നാണ് അയാളെ അയാളുടെ മക്കളെയൊക്കെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് അവിടെ അകത്തിടുന്നത്. അതിട്ട് കഴിഞ്ഞാൽ ഇന്ത്യയുടെ അദാനി കോർപ്പറേറ്റ് പോയി. ഇപ്പം അതിനേക്കാളും പേടി എന്ന് പറയുന്നത് റിലയൻസിന്. കാരണം ഈ ചൈനയും ഇന്ത്യയുമായിട്ടുള്ള ഇങ്ങനത്തെ സംഭവത്തിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ റിലയൻസ് ഇൻഡസ്ട്രിയെ നശിപ്പിച്ചു കളയും. അതുകൊണ്ടാണ് അവർ ഇന്ത്യ ചൈന ബന്ധത്തിനെതിരെ അവരുടെ പോളിസി ടീംസ്, അത് വലിയൊരു ടീമുണ്ട് അവർക്ക്, ഡൽഹിയിലും ഉണ്ട്, ഗ്ലോബലുമായിട്ടും ഉണ്ട്, മോദി ചൈന ബന്ധത്തെ എതിർക്കുന്നത്. ഇപ്പോൾ പിടികിട്ടിയ കാര്യം, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിലല്ല കാര്യങ്ങളുടെ പോക്ക്. അമേരിക്കയും മറ്റു പല രാജ്യങ്ങളും ഇന്ത്യ ചൈന ഈ ഒരു രീതിയിൽ വരുന്നതിനെതിരെ ശക്തമായിട്ടൊരു പ്രതിരോധിക്കും. അതുകൊണ്ടാണ് പല ഒപ്പീനിയൻ മേക്കേഴ്സ് ഇന്ത്യ ചൈന ഇപ്പോഴുണ്ടാക്കിയിരിക്കുന്ന ബന്ധം അത് ഇന്ത്യ ഡീപ്പായിട്ട് കയറി ബാധിക്കും. മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കുക, 2005 എങ്ങനെയായിരുന്നു ഇന്ത്യ ചൈന റിലേഷൻഷിപ്പ്, ആ രീതിയിൽ തിരിച്ചു കൊണ്ടുപോകാനാണ് ഇരിക്കുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കുക എന്താണ് ആ ബന്ധം? അതായത് ചൈനയ്ക്ക് ഇവിടെ പല ബിസിനസ്സും ഓപ്പൺ ചെയ്യാം, വലിയ റെഗുലേഷൻ ഒന്നുമില്ല, ഈ പറയുന്ന റെഡ് ടേപ്പ് ഒന്നുമില്ല, അവരുടെ കോർപ്പറേറ്റ്സിനോട് ഓപ്പറേറ്റ് ചെയ്യാം, അവർക്ക് ഇവിടെ ഹൈവേ പണിയാം, അവർക്ക് അത് ചെയ്യാം, ഇത് ചെയ്യാം. ഈ രീതിയിലുള്ള ബന്ധമാണ് 2005 ട്രേഡുമായി ബന്ധപ്പെട്ട ലിബറലൈസേഷന് ശേഷം ഏറ്റവും വലിയ സംഭവമായിട്ട് ചൈന ഇന്ത്യയിലങ്ങ് മാറിയത്.